നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അലീന ഒരു കാര്യം തീരുമാനിച്ചു. ബബിതയ്ക്ക് എക്സാമും കാര്യങ്ങളൊക്കെ അടുത്ത് വരുവാണ്. ബബിത കോളേജിൽ പോലും പോകുന്നുണ്ടായിരുന്നില്ല. അലീനയോട് കൃഷ്ണമോള് പറഞ്ഞു കഴിഞ്ഞപ്പോഴാ അലീനയെ കാര്യങ്ങളൊക്കെ അറിയണേ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ബബിതയുടെ ഒരു വർഷം പോവും, വെറുതെ ഒരു വർഷം കളയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ബബിതയോട് അലീന കോളേജിൽ പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബബിതയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പോവാനായിട്ട്. പിന്നീട് ബബിത മുറിയിലേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ അലീന ബബിതയുടെ പിന്നാലെ ചെന്ന് ബബിതയെ ഉപദേശിക്കുന്നുണ്ട്. മോളെ, ഒരു വർഷം വെറുതെ കളയേണ്ട കാര്യമുണ്ടോ? ഇപ്പം പഠിച്ചെടുക്കാവുന്നല്ലേ ഉള്ളൂ, വെറുതെ എന്തിനാ ഇത്ര നാള് കളയണേ? കുറച്ച് ദിവസം ക്ലാസ്സിൽ പോകാതിരുന്നതെന്ന് ഓർത്തോണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അത് പഠിച്ചെടുത്താൽ മാത്രം മതി ആ പോർഷനും കാര്യങ്ങളൊക്കെ. അത് കേട്ടപ്പോ ബബിത പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ എങ്ങനെ കോളേജിലേക്ക് പോകുന്നേ? എല്ലാരും എന്നെ കളിയാക്കും, എനിക്ക് നാണക്കേടായിരിക്കും. അതിന് കൃഷ്ണമോള് പോകുന്നുണ്ടല്ലോ, കൃഷ്ണമോൾക്ക് ഒരു നാണക്കേടും ഇല്ലല്ലോ. കൃഷ്ണയെ പോലൊന്നും അല്ല എന്റെ കോളേജിലെ കുട്ടികള്, അവരെന്നെ കളിയാക്കി എനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞു. ആര് കളിയാക്കാനായിട്ടാ? ആദ്യത്തെ 1-2 ദിവസം അവർ ചിലപ്പോൾ കളിയാക്കിയിരിക്കും, പിന്നെ അവരതൊക്കെ അങ്ങോട്ട് മറന്നുപോകും. പുതിയൊരു വിഷയം കിട്ടിക്കഴിയുമ്പോൾ അവര് പിന്നെ പഴയതിനെ കുറിച്ചൊന്നും ഓർക്കില്ല. നീ ബോൾഡായിട്ട് നിന്നാ മതി എന്നൊക്കെ പറഞ്ഞു. നമ്മളാണ് നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം തീരുമാനിക്കുന്നേ. നീ ബോൾഡായിട്ട് അവരുടെ മുന്നിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നിന്നെ ഒന്നും പറയാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ ഒന്നും പറ്റില്ല. നമ്മുടെ ആത്മവിശ്വാസം നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കലും അടിയറവ് വെക്കരുതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബബിത പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ എന്തായാലും പോകുന്നില്ല, ഞാൻ ഇനി കോളേജിലേക്ക് പോകുന്നില്ല, വേറെ എവിടെയെങ്കിലും പോകുന്നുള്ളെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ബബിത അങ്ങോട്ട് മുറിയിലേക്ക് കയറിപ്പോയി. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവൾക്ക് നല്ല ഭയമുണ്ട് കോളേജിലേക്ക് പോകാനായിട്ട്. കോളേജ് ചെന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ നാണം കിട്ട് തലൊടിച്ച് നിൽക്കേണ്ടി വരുമോ? ഇത്രയും കാലം വലിയ സ്റ്റാറായിട്ട് നിന്നാണ്, പെട്ടെന്നൊരു ദിവസം അങ്ങനെ നിൽക്കാന്ന് പറയുമ്പം അത് ചിന്തിക്കാൻ പറ്റത്തില്ലോ. എന്നാലും അവളുടെ ജീവിതം നശിച്ചു പോവുകയാണല്ലോ, ഭാവി പോവുകയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബബിത മുറിയിൽ പോയിരുന്ന് ഇങ്ങനെ ആലോചിച്ചു. അലീനെ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് ബബിതയ്ക്ക് തോന്നി. ഒടുവിൽ അവള് തീരുമാനമെടുത്തു, കോളേജിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അലീനയുടെ അടുത്തേക്ക് വരുവാണ്. അലീനയുടെ അടുത്ത് വന്നിട്ട് ബബിത പറഞ്ഞു, അതെ, മുമ്പ് പറഞ്ഞ കാര്യമുണ്ടല്ലോ അതെനിക്ക് സമ്മതമാന്ന് പറഞ്ഞു. മുമ്പ് പറഞ്ഞ കാര്യമോ? അതെന്ത് കാര്യം? അല്ല, കോളേജിൽ പോകുന്നതിനെ കുറിച്ച്. സത്യമാണോ മോളെ നീ പറയണമെന്ന് വെച്ചു. അതെ, ഞാൻ കോളേജിൽ പോയിക്കോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യാം, നീ റെഡിയായിക്കോ. ഇനിയിപ്പോ നിനക്ക് തന്നെ പോകാൻ പേടിയാണെങ്കിൽ ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോടും കൂടെ പോയി പറഞ്ഞിട്ട് വരാം. തന്നെ പോകുന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട, ഒരാളും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. കാരണം അലീനയ്ക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, താനും കൂടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഉറപ്പായിട്ടും ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളത്. പിന്നെ അലീന കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം ഉണ്ടെന്നുള്ള കാര്യം ബബിതയ്ക്കും അറിയാം. അതുകൊണ്ട് ബബിത പിന്നെ കൂടെ ഒന്നും പറയാൻ പോയില്ല. പെട്ടെന്ന് റെഡിയാൻ പറഞ്ഞിട്ട് അലീന ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നു. ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ, ബബിത കോളേജിൽ പോകാൻ തീരുമാനിച്ചു. എന്താ മോളെ നീ പറഞ്ഞേ? ബബിത കോളേജിൽ പോകാൻ തീരുമാനിച്ചാ? സത്യമാണോ പറയണേ? നിന്റെ പ്രഷർ താങ്ങ വയ്യാതെ നീ അവളെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നുകൊണ്ട് ആണോ അവൾ അങ്ങനെ പറഞ്ഞേന്ന് ചോദിച്ചു. ഒരിക്കലും അല്ല അച്ഛാ, അവൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പറഞ്ഞ അവൾക്ക് കോളേജിൽ പോകാൻ താല്പര്യമാണ്, അവൾ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, അവളെ കോളേജിൽ കൊണ്ടേ ആക്കാന്ന്. നീ തനിച്ചു പോകാനോ? വേണ്ട, ഞാൻ കൊണ്ടേ ആക്കാം. വേണ്ട അച്ഛാ, അത് ശരിയാകത്തില്ല. കാരണം ബാലേന്ദ്രന് കോളേജ് കൊണ്ടേ ആക്കാൻ പോകുന്ന സമയത്ത് ഇനി എന്തെങ്കിലും കാരണവശാല ആരെങ്കിലും കളിയാക്കുന്ന കണ്ട ബാലേന്ദ്രന് സങ്കടമോ? വെറുതെ എന്തിനാ? കൃഷ്ണമോളെ അലീനയാണ് സ്കൂളിൽ കൊണ്ടേയാക്കാൻ പോയത്, അപ്പൊ അതുപോലെ തന്നെ ഇവിടെ താൻ പോയിക്കൊള്ളാം എന്നൊക്കെ അലീന പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല ഞാനും കൂടെ. വേണ്ട അച്ഛാ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അച്ഛൻ ഷോപ്പിലേക്ക് പോയിക്കോ, വെറുതെ കടയിൽ പോകാതിരിക്കണ്ട. ഞാൻ ഇവിടുത്തെ ജോലികളൊക്കെ രാവിലെ തന്നെ തീർക്കുമല്ലോ. ഞാൻ അലീനയോടൊപ്പം ഞാൻ ബബിതയോടൊപ്പം പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ റെഡിയാവുകയാണ് അലീന. ആ സമയത്ത് കൊല്ലപ്പള്ളി വീട്ടിൽ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു കമല ശിവശങ്കരനോട് പറഞ്ഞു, മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞൊരു അവസ്ഥയായിപ്പോയി, കണ്ടില്ലേ? ഒന്നും അറിയത്തില്ലാത്തവളെ പോലെ നിന്ന അലീന. എന്നിട്ട് ഒടുവില് രോഹിത്തിനെ രക്ഷിച്ചെടുത്തോണ്ട് പോയില്ലേന്ന് ചോദിച്ചു. ശിവശങ്കരൻ പറഞ്ഞു, നീ നിർത്തുന്നുണ്ടോ കമലെ? നീ എത്ര ദിവസമായി ഇത് തുടങ്ങിയിട്ടെന്ന് ചോദിച്ചു. അപ്പോഴാണ് മനു അങ്ങോട്ടേക്ക് വരുന്നത്. മനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് എന്നിട്ട് കമല പറഞ്ഞു, എടാ, ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ അലീന എന്ന് പറയുന്നവള്, അവനെ അങ്ങോട്ട് രക്ഷിച്ചെടുത്തു. പക്ഷെ നിന്റെ അനുജനുണ്ടല്ലോ ഹരി, അവനെ രക്ഷിക്കാനായിട്ട് അവൾക്ക് സാധിച്ചോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, എന്തൊക്കെയാ അമ്മ ഈ പറയണേ?
അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടണം. അമ്മ എത്ര പറഞ്ഞു പറഞ്ഞാൽ ശിക്ഷ കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. എടാ, എന്റെ മോനെ കുറിച്ച് ഇങ്ങനെ നീ പറയരുത്. ഒന്നുമല്ലേ, നീ ഒരു ചേട്ടനല്ലേടാ, അവനെ രക്ഷിക്കാനല്ലേ നോക്കണ്ടേ. ചേട്ടനാണ് പോലും. എന്റെ അമ്മേ, ചേട്ടനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവനെ രക്ഷിക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. സാക്ഷാൽ ദേവനമ്പരം തന്നെ വിചാരിക്കണം. അവനെ കുറ്റം ചെയ്തിട്ടുണ്ട്. ആ പെങ്കൊച്ച തർപ്പിച്ച് പറഞ്ഞ കാര്യം, പ്രേമിച്ച് ഒരു പെങ്കൊച്ചിനെ വലയിലാക്കി കൂട്ടുകാർക്ക് കാഴ്ച വെക്കാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമില്ല. ബാക്കിയുള്ളവരാണെങ്കിൽ അവന്റെ മുഖത്തടിച്ച് കർണത്ത് പാടി വീഴ്ത്താനും, അത് മാത്രമല്ല അവന്റെ മുഖത്ത് വേണം കാർക്കിച്ച് തുപ്പിയാനും. അങ്ങനെ ഒരു വൃത്തികെട്ട ജന്മമായി പോയില്ലേ അവന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു, നീ എന്തൊക്കെയാടാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ സത്യമെന്ന് പറഞ്ഞു. എടാ, നീ ഒരു കാര്യം ചെയ്യ, അവന് വേണ്ടിയിട്ട് ആ അലീനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യടാ. അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എങ്ങനെയും ഒന്ന് പറയിപ്പിക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, അമ്മയ്ക്ക് എന്താ അമ്മ തലയ്ക്കകത്ത് ഓളുണ്ടോ? അമ്മയ്ക്ക് ഒട്ടും ബോധമില്ലേ? അങ്ങനെ പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഉടനെ അലീന പോയി റെക്കമെൻഡ് ചെയ്യുന്ന ഓർത്താണ് ഇരിക്കുന്നത്? ഒരിക്കലും ഇല്ല. ശരണ്യയുടെ മുന്നിൽ അവൾ ആർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടില്ല. എനിക്കറിയാം, നീ അല്ലേലും പറയാൻ പോകുന്നില്ല. നിനക്ക് അവളല്ലേ വലുത്, ആ അലീനെന്ന് പറയുന്നവള്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നതാണല്ലോ. എൻ്റെ അമ്മ, അവ വേണ്ടാത്ത വർത്താനൊന്നും പറയണ്ട. എന്തായാലും ഞാനിപ്പോൾ അവിടെ വരെ ഒന്ന് പോകുകയെന്ന് പറഞ്ഞു. ചെല്ലടാ ചെല്ല, അവളെ പോയി കണ്ടിട്ട് വാ. അതെങ്ങനെയാ, ഒരു ഉപകാരം ഇല്ലാത്തൊരു ഒരുത്തന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് കമല അകത്തേക്ക് കയറി പോവാണ്. കൂടുതൽ മൈൻഡ് ചെയ്യാതെ മനു നേരെ കടപ്പാട്ട് വീട്ടിലേക്ക് വരിക. ഈ സമയം അലീന റെഡി ആയിട്ടുണ്ടായിരുന്നു. അലീന റെഡിയായിട്ട് നിൽക്കുന്ന സമയത്താണ് കൊളുമ്പിലടിച്ച്. അലീന പോയി കഥ തുറന്നു നോക്കുമ്പോൾ മണിശങ്കർ. അപ്പോഴേക്കും മണിശങ്കർ ചോദിച്ചു, ആ മാഡം എവിടെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന ചോദിച്ചു, മാഡോ? ആര്? ഞാനോ? ഞാൻ മാഡമൊന്നും അല്ല. പിന്നെ അതെ, ഞാനിവിടുത്തെ സെർവൻ്റാന്ന് പറഞ്ഞു. പിന്നെ സെർവൻ്റ് കുടുംബനാഥയല്ലേ ഇപ്പൊന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ നാഥയൊന്നും ആയിട്ടില്ല, അങ്ങനെയൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. ആ വേണമെങ്കിൽ ഞാൻ നാഥയാക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന ഒന്ന് നോക്കി മനുവിനെ നോക്കണം. ഈ സമയത്ത് അലീന പറഞ്ഞു, ഞാൻ നാഥയൊന്നും അല്ല മനുവേട്ട, ഞാനൊരു അനാഥയാന്ന് പറഞ്ഞു. അനാഥയൊന്നും അല്ല, ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആര്? ഈ ഞാനില്ലേ, പിന്നെ എങ്ങനെ നീ അനാഥയാവുന്നതെന്ന് ചോദിച്ചു. അലീന മറുപടി ഒന്നും പറഞ്ഞില്ലേന്. എന്നിട്ട് ഇവിടെയുള്ളവരൊക്കെ എന്തേന്ന് ചോദിച്ചു. എല്ലാവരും ഉണ്ട്. അല്ല, നീ ഇതെവിടെയെങ്കിലും പോ, റെഡി ആയിട്ട് നിൽക്കുമായിരുന്നോ? ഞാൻ ബബിതയുടെ കോളേജിൽ പോകാനായിട്ട്. കോളേജിൽ പോകാനോ? അതെ, കോളേജിൽ പോകാനായിട്ട്. അവൾക്ക് കോളേജിൽ പോകാനായിട്ട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവളിന്ന് കൊണ്ടേ ആക്കാന്ന് ഓർത്തിട്ടാ. ഇത്രയും ദിവസം പോയില്ലല്ലോ, ക്ലാസ് പോയില്ലേ. പിന്നെ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് അവളെ കുട്ടികളൊക്കെ കളിയാക്കിയല്ലോ എന്ന് പേടി കാരണം ഞാനും കൂടെ പോകുന്ന. ഓ, അപ്പം സെക്യൂരിറ്റി ഗാർഡായിട്ട് പോവുകയാണെന്ന് ചോദിച്ചു. അതെ. എന്താ മനുവേട്ടാ? അല്ല, സെക്യൂരിറ്റിക്ക് ആൾ വേണമെന്ന് ചോദിച്ചു. എന്താ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. ആ ഞാനും കൂടെ വരാം. ഇനിയിപ്പോൾ അവന്മാരായാലും കളിയാക്കി എന്തെങ്കിലും കോളേജിലേക്കല്ലേ പറയുവാണെങ്കിൽ ആളൊരുത്തം കൂടെയുള്ളത് നല്ലതല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അങ്ങനെ വേണം നിർബന്ധമില്ല. ഇനിയിപ്പോൾ മനുവേട്ടന് വരണമെന്നുണ്ടെങ്കിൽ മനുവേട്ടൻ പോരാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മണിശങ്കർ പറഞ്ഞു, അതിനെന്താ, എനിക്ക് 100 വട്ടം സമ്മതമാണെന്ന് പറഞ്ഞു. ഞാൻ പോരാന്ന് പറഞ്ഞു. കാരണം അലീനയോടൊപ്പമുള്ള യാത്ര അത് മണിശങ്കർ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. ആ സമയത്ത് ബബിത റെഡിയായിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീന ചോദിച്ചു, നമുക്ക് ഇറങ്ങിയാലെന്ന് ചോദിച്ചു. അതിനെന്താ? ആ സമയം മനുഷ്യങ്ങളോട്, ഞാൻ അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ, പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ഇല്ലാണ്. അങ്ങനെ ബാലേന്ദ്രനെ ചെന്ന് കണ്ട് സംസാരിക്കുന്നുണ്ട്, രോഹിത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ബാലേന്ദ്രന് നല്ല മറുപടി തന്നെയാണ് ഇപ്പോൾ രോഹിത്തിനെ കുറിച്ച് പറയണേ. അവന് പഴയതുപോലെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ ജയിലിൽ നിന്ന് വന്നപ്പോഴത്തെ സ്വഭാവത്തിനൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാം അലീന കാരണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു പറഞ്ഞു, അത് പിന്നെ എനിക്കറിയരുത് അങ്കളെ, അവനെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അവൾ കാരണമാണെന്ന്. അവൾക്ക് ഈ കുടുംബത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം അമ്മയുടെ സ്വഭാവം മാത്രം മാറ്റാൻ പറ്റിയിട്ടില്ല. ബാലേന്ദ്രന് മറുപടിയൊന്നും പറഞ്ഞില്ല. ബാലേന്ദ്രൻ നോക്കി. അപ്പോഴേക്കും മനു പറഞ്ഞു, അതെ, അലീനയുടെ ഒപ്പം കോളേജിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോളേജിലേക്കോ? ആ ഭവിതയെ കോളേജിൽ കൊണ്ടേ ആക്കാനായിട്ട്. ഓ അങ്ങനെ. ഞാൻ അവളോട് ചെല്ലാന്ന് പറഞ്ഞ, പക്ഷെ വേണ്ടാന്ന് പറഞ്ഞു. സാരമില്ല അങ്കളെ, ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ ഭവിതയും അലീനയും മനുവും കൂടെ കോളേജിലേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇനി എന്തായാലും കോളേജിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും കളിയാക്കിയാലും അലീന വെറുതെ വിടത്തില്ല അവരെയൊന്നും. അലീനയുടെ പവർ എന്താണെന്ന് ഭവിത അറിയാൻ പോകുന്നുള്ളൂ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.